നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ബിഗിനേഴ്സിന് സാധാരണ ഉണ്ടാവാറുള്ള ചില ചോദ്യങ്ങളും അതിനുള്ള ആൻസറുകളുമാണ് ഈ വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഇത് പലപ്പോഴായിട്ട് എന്റെ കമന്റ് ബോക്സിൽ വന്നിട്ടുള്ളതും വലിയ ടോപ്പായിട്ടുള്ള യൂട്യൂബേഴ്സിന്റെ കമന്റ് ബോക്സിൽ അവരെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അതിനെ റിപ്ലൈ കിട്ടാത്തതുമായിട്ടുള്ള തെരഞ്ഞെടുത്ത ചില 10 ചോദ്യങ്ങൾ അതിന്റെ ആൻസറുകളുമാണ് ഈ വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോൺ ബാസ്റ്റിൻ. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 1, അതായത് കാരണങ്ങളാൽ നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഡിലീറ്റ് ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ അത് ഒരുപക്ഷെ നമുക്ക് അത്യാവശ്യം വാച്ച് അവർ കിട്ടിയ ഒരു വീഡിയോ ആയിരിക്കാം. അപ്പോൾ അത് ഡിലീറ്റ് ചെയ്യുന്നതോടുകൂടി അതിന്റെ വാച്ച് അവർ നഷ്ടപ്പെടുമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതിന്റെ ഉത്തരമെന്ന് പറയുന്നത്, നമ്മൾക്ക് കിട്ടിയ വാച്ച് അവർ വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നതോടുകൂടി അത് നഷ്ടപ്പെടും. അതിൽ കിട്ടിയിരിക്കുന്ന എന്തെങ്കിലും ഒരു സബ്സ്ക്രൈബർ, ആ വീഡിയോയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന സബ്സ്ക്രൈബർ ആണെങ്കിൽ പോലും ചിലപ്പോൾ അത് നഷ്ടപ്പെടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ആ വീഡിയോ കണ്ടുകൊണ്ടായിരിക്കണം ആ വീഡിയോയിലേക്ക് വന്നിട്ടുള്ളത്, ആ വീഡിയോ ഇഷ്ടപ്പെട്ടവരായിരിക്കണം. അതുകൊണ്ട് ഡിലീറ്റ് ചെയ്ത വീഡിയോയിലെ വാച്ച് അവർ പൂർണ്ണമായിട്ട് നഷ്ടപ്പെടും എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം. അതായത് കോപ്പിറൈറ്റ് കിട്ടിയ വീഡിയോ നമ്മൾ പിൻവലിച്ചു കഴിഞ്ഞാൽ, അതായത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കോപ്പിറൈറ്റ് പ്രശ്നം മാറുമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ കോപ്പിറൈറ്റ് 2 രീതിയിലുണ്ട്. ഒന്നാമത് കോപ്പിറൈറ്റ് ക്ലെയിമും, രണ്ടാമത് കോപ്പിറൈറ്റ് സ്ട്രൈക്കും. സാധാരണ രീതിയിൽ കോപ്പിറൈറ്റ് ക്ലെയിം വരുന്നത് നമ്മൾ ഏതെങ്കിലും മ്യൂസിക് ആരുടെയെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കോപ്പിറൈറ്റ് മാറ്റി ടൂൾ വെച്ച് നമുക്ക് അവർ കോപ്പിറൈറ്റ് ക്ലെയിം തരും. തീർച്ചയായിട്ടും ആ കോപ്പിറൈറ്റ് ക്ലെയിം ഉള്ള വീഡിയോ പിൻവലിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കോപ്പിറൈറ്റ് ക്ലെയിം അതോടെ മാറുന്നതായിരിക്കും. ഇനി അടുത്തതായിട്ട് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് എന്താണെന്ന് നോക്കാം. അതായത് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് എന്ന് പറയുന്നത് യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി ഏതെങ്കിലും വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ആരുടെയെങ്കിലും വീഡിയോയുടെ ഏതെങ്കിലും ഭാഗം എടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തരും. യൂട്യൂബിനെ റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ യൂട്യൂബ് നമുക്ക് തരുന്ന സ്ട്രൈക്കാണ്. ചിലപ്പോൾ നമ്മുടെ വീഡിയോ യൂട്യൂബ് തന്നെ റിമൂവ് ചെയ്യും. ആ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് യൂട്യൂബ് റിമൂവ് ചെയ്തതാണെങ്കിൽ ആ വീഡിയോയുടെ ടൈറ്റിലെല്ലാം അവിടെ ഉണ്ടാവും. നമുക്കത് റിമൂവ് ചെയ്യാനായിട്ട് സാധ്യമല്ല. അത് 3 മാസത്തേക്ക് അവിടെ നിലനിൽക്കും. പിന്നീട് നമ്മൾ 2 പ്രാവശ്യം കൂടി കോപ്പിറൈറ്റ് ഇതുപോലെയുള്ള വയലേഷൻ കാണിക്കുകയാണെങ്കിൽ നമ്മുടെ ചാനൽ അവർ ഡിലീറ്റ് ചെയ്ത് കളയും, ടെർമിനേറ്റ് ചെയ്ത് കളയും. പിന്നീട് ആ ചാനൽ നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടുകയില്ല. അതുകൊണ്ട് നമ്മൾ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടിയ വീഡിയോ, അതുപോലെയുള്ള വീഡിയോ തുടർന്ന് ചെയ്യാതിരിക്കുക. പിന്നെ അതിനകത്ത് തന്നെ നമുക്കത് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കോപ്പിറൈറ്റ് കോഴ്സ് എന്ന് പറയുന്നൊരു കുറച്ച് ഭാഗങ്ങൾ നമ്മൾ ടിക്ക് ചെയ്ത് യൂട്യൂബിന് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് കോപ്പിറൈറ്റ് ക്ലെയിം അവർ പിൻവലിച്ചു തരും. അല്ലെങ്കിൽ കോപ്പിറൈറ്റ് തന്നിരിക്കുന്ന ഓണറിനെ നമ്മൾ മെയിലിലൂടെ അറിയിച്ച് അവരോട് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഒരുപക്ഷെ കോപ്പിറൈറ്റ് ക്ലെയിം റിമൂവ് ചെയ്ത് തന്നേക്കാം. അടുത്തായിട്ട് 100 സബ്സ്ക്രൈബേഴ്സേ ഉള്ളുവെങ്കിലും ആ ഒരു പുതിയ ചാനലിൽ പരസ്യം വരുന്നു എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. യാതൊരു പ്രശ്നവുമില്ല. യൂട്യൂബിന്റെ പോളിസി ഏതാണ്? ഇടയ്ക്ക് ഒരു അപ്ഡേറ്റിൽ വന്നിരുന്നു. അതായത് മോണിറ്റൈസ് ആവാത്ത ചാനലുകളിലും പരസ്യം വരുന്നു എന്ന് പറഞ്ഞ്. അപ്പോൾ ഇതിന്റെ പൈസ യൂട്യൂബ് തന്നെ എടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കൊരിക്കലും അതിന്റെ ബെനിഫിറ്റ് കിട്ടുകയില്ല എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. അടുത്തായിട്ട് ഒരു സുഹൃത്ത് ചോദിച്ച മറ്റൊരു ചോദ്യമാണ്. അതായത് ടാക്സ് നമ്മൾ മറ്റുള്ളവരുടെ വീഡിയോയിൽ നിന്നും കോപ്പി ചെയ്ത് എടുക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും യൂട്യൂബ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകുമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ സാധാരണ പലരും അങ്ങനെ ചെയ്യാറുള്ളതാണ്. അങ്ങനെ ചെയ്ത് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അതിനകത്തുനിന്ന് ചില മാറ്റങ്ങൾ വരുത്തണം. അവരുടെ ചാനൽ നെയിം സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ ചാനലുമായിട്ട് ബന്ധമില്ലാത്ത ചില കാര്യങ്ങൾ അവരുടെ വീഡിയോയിലുണ്ടാകും. കാരണം അവർ അത്തരം വീഡിയോകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ടായിരിക്കണം അവരത്തരം ടാഗ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതിനകത്തുനിന്ന് നമ്മൾ കോപ്പി ചെയ്തെടുത്തതിന് ശേഷം കുറേയധികം വ്യത്യാസങ്ങൾ നമ്മുടേതായ രീതിയിൽ വരുത്തി അവരുടെ ചാനൽ നെയിം അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കി നമ്മുടെ ചാനൽ നെയിം കൂടി അതിനകത്ത് ചേർക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ യാതൊരു പ്രശ്നമില്ലാതെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും. അപ്പോൾ അതാണ് അതിന്റെ ഒരു കാര്യമെന്ന് പറയുന്നത്. അടുത്തായിട്ട് ഒരു സുഹൃത്ത് ചോദിച്ച മറ്റൊരു ചോദ്യമാണ്, നമ്മുടെ വീഡിയോ നമ്മുടെ ഫോണിൽ നമ്മൾ തന്നെ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും അത് പ്രശ്നമുള്ളത് തന്നെയാണ്. കാരണം നമ്മുടെ യൂട്യൂബ് ചാനൽ സൈൻ ഇൻ ചെയ്തിരിക്കുന്ന അതേ മെയിൽ ഐ ഡിയിൽ നിന്ന്, അതേ IP അഡ്രസ്സിൽ നിന്ന് നമ്മൾ വീഡിയോ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും യൂട്യൂബിന് മനസ്സിലാകും ഇത് വാച്ച് ടൈം കൂട്ടുവാൻ വേണ്ടി സ്വയം വാച്ച് ചെയ്തതാണെന്ന്. ആദ്യം വാച്ച് ടൈം കൂടി കാണിക്കുമെങ്കിലും അത് പിന്നീട് ആ വാച്ച് ടൈം ഇതോടെ കുറഞ്ഞു പോകും. കൂടാതെ അതൊരു വയലേഷൻ തന്നെയാണ്. ഇനി നമുക്ക് അങ്ങനെ ചെയ്യാം. അതായത് മറ്റൊരു മെയിൽ ഐ ഡിയിൽ നിന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഫോണിൽ നിന്ന് വൈഫൈ ഉപയോഗിച്ചുകൊണ്ട് ആയിരിക്കരുത്, വേറൊരു ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത മറ്റൊരു ഫോണുകളിൽ നിന്ന് വീഡിയോ പബ്ലിഷ് ചെയ്തതിനു ശേഷം അത് ഫുള്ളായിട്ട് വാച്ച് ചെയ്ത് അതിനകത്ത് കമന്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് ലൈക്കും ഒക്കെ ഇടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ലൊരു ഇംപ്രഷൻ ആവും. അപ്പോൾ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുന്ന കൊണ്ട് തന്നെ യൂട്യൂബ് അത് വീണ്ടും അത് സജസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അത് വളരെ നല്ലൊരു മെത്തേഡാണ്.
വാച്ച് ടൈം, അതായത് വീഡിയോ ഇട്ടിട്ട് ഒട്ടും വ്യൂസ് കിട്ടാത്തവർക്ക് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനി അടുത്തായിട്ട് ഒരു സുഹൃത്ത് ചോദിച്ച ചോദ്യമാണ്, നമ്മളിപ്പോൾ ആർക്കെങ്കിലും ഒരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതെങ്ങനെ പിൻവലിക്കുമെന്ന്. അതൊരു ഓപ്ഷൻ ഉണ്ട്. അത് യൂട്യൂബിന് നമ്മളിങ്ങനെ ഒരു ചെറിയ ഒരു പ്രത്യേക ഒരു മാറ്റർ ഉണ്ട്. അത് ടൈപ്പ് ചെയ്ത് യൂട്യൂബിന് ഒരു റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് അത് കോപ്പിറൈറ്റ് റിമൂവ് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ അത് അങ്ങനെ ആവശ്യമുള്ളവർക്ക് നമുക്ക് പിന്നീട് അതൊരു പ്രത്യേക ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ചെയ്യാമെന്ന് കരുതുകയാണ്. അടുത്തായിട്ട് ഒരു സുഹൃത്ത് ചോദിച്ചൊരു ചോദ്യമാണ്, ഷോർട്സിന് മോണിറ്റൈസേഷൻ ലഭിക്കുമോ എന്നുള്ളത്. യൂട്യൂബ് ഇതുവരെ ഷോർട്സിന് മോണിറ്റൈസേഷൻ ലഭിക്കുന്നതായിട്ട് പറഞ്ഞിട്ടില്ല. ഇനി ഭാവിയിൽ ലഭിക്കുമോ ഇല്ല എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. എന്നാൽ ഷോർട്ട് വീഡിയോ പോപ്പുലറായിട്ട് ടോപ്പായിട്ട് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയ വീഡിയോകൾക്ക് യൂട്യൂബിൽ നിന്ന് ഒരു ഫണ്ട് ലഭിക്കുന്നതായിട്ട് പലരും അറിഞ്ഞു കാണും. അത് മില്യൺ കണക്കിന് വ്യൂസ് ഉള്ള വീഡിയോ ആണെങ്കിൽ യൂട്യൂബിൽ നിന്ന് നമുക്കൊരു പാരിതോഷികം ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ പോർട്രേറ്റ് മോഡ്, അതായത് വെർട്ടിക്കലായിട്ട് വെച്ചുകൊണ്ട് 1 മിനിറ്റ് മാക്സിമം വരെയുള്ള വീഡിയോകൾക്കാണ് സാധാരണ രീതിയിൽ നമുക്ക് ഷോർട്ട് വീഡിയോ ആയിട്ട് പരിഗണിക്കപ്പെടുന്നത്. അതിന് കൂടുതലും റീച്ച് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ ചില വീഡിയോകൾ നമ്മൾ 1 മിനിറ്റ് വരെയുള്ള വീഡിയോകളാണെങ്കിൽ നമ്മൾ ഹൊറിസോണ്ടൽ മോഡിൽ വെച്ച്, അതായത് സാധാരണ രീതിയിൽ വെക്കുന്ന പോലുള്ള എടുത്ത് നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരിക്കലും ഷോർട്ട് വീഡിയോയുടെ സെക്ഷനിലേക്ക് വരികയില്ല. അപ്പോൾ അത് നോർമൽ സെക്ഷനിലേക്കായിരിക്കും വരുന്നത്. 1 മിനിറ്റ് ആണെങ്കിലും അതിനകത്ത് അത് വാച്ച് ടൈം കിട്ടുകയാണെങ്കിൽ അത് നമുക്കത് മോണിറ്റൈസേഷൻ അർഹതയുള്ളതാണ്. അടുത്തതായിട്ട് ഒരു സുഹൃത്ത് ചോദിച്ച വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്, എത്ര മിനിറ്റ് വരെയുള്ള വീഡിയോകൾ നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ കഴിയുമെന്ന്. നമുക്ക് സാധാരണ രീതിയിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ചാനൽ വെരിഫൈ ചെയ്യണമെന്നുള്ള കാര്യം നമുക്കറിയാം. അതായത് കസ്റ്റം തമ്പനയിൽ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ചാനൽ വെരിഫൈ ചെയ്തിരിക്കണം. അപ്പോൾ ചാനൽ വെരിഫൈ ചെയ്യുന്നത് വരെ നമുക്ക് 15 മിനിറ്റിൽ താഴെയുള്ള വീഡിയോകൾ മാത്രമേ നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ ഇതെല്ലാവരും ചെയ്തിട്ടുള്ള കാര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് 15 മിനിറ്റ് മുതൽ എത്ര മണിക്കൂർ വരെ മുകളിലേക്കുള്ള വീഡിയോകൾ നമുക്ക് ചെയ്യുവാനായിട്ട് കഴിയും. അത് യൂട്യൂബിനും തന്നെ താല്പര്യമുള്ള കാര്യമാണ്. ലോങ് വീഡിയോസിന് താല്പര്യമുണ്ട്. പക്ഷേ നമുക്കത് കാണുമെന്നുറപ്പുണ്ടെങ്കിൽ നമുക്ക് ലോങ് വീഡിയോകൾ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. കാരണം മറ്റ് ഭാഷകളിൽ ചില സംവാദങ്ങളും മറ്റും നടത്തുന്ന വീഡിയോകൾ അരമണിക്കൂർ, 1 മണിക്കൂർ, 2 മണിക്കൂർ വരെ നീളുന്ന ചില വീഡിയോകൾ യൂട്യൂബിൽ തന്നെ കാണുവാനായിട്ട് കഴിയും. അപ്പോൾ അത്തരം വീഡിയോകൾ ചെയ്യുന്നവര് വാച്ച് ടൈം കിട്ടാത്ത വീഡിയോകൾ ഒരിക്കലും ട്രൈ ചെയ്യരുത്. അടുത്തായിട്ടുള്ള ഒരു ചോദ്യമാണ്, കുറെ നാളായി ഞാൻ വീഡിയോ ഇട്ടിട്ട് ചാനൽ തുടങ്ങിയിട്ട് ആദ്യം കുറെ വീഡിയോകൾ അപ്ലോഡ് ചെയ്തു, പിന്നീട് വീഡിയോ ഇപ്പോൾ ഇടാൻ കഴിയുന്നില്ല. ഇനി വീഡിയോ ഇട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അതിനകത്ത് റീച്ച് ഉണ്ടാകുമോ എന്നുള്ളത്. ഇപ്പൊ നമ്മൾ ആദ്യം ഒരു ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ അതിനകത്ത് നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കുറെ സബ്സ്ക്രൈബേഴ്സ് വന്നിരിക്കും. പിന്നീട് ആ വീഡിയോ ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ അവര് ചിലപ്പോൾ സബ്സ്ക്രിപ്ഷൻ പിൻവലിക്കാനും നമ്മുടെ ചാനലിന് പിന്നെ ഇടുന്ന വീഡിയോകൾക്ക് റീച്ച് കുറയാനായിട്ട് സാധ്യതയുണ്ട്. നമ്മൾ കൂടുതലായിട്ട് ഗ്യാപ്പ് ഇടാതെ ആ ചാനൽ വീഡിയോ ഇട്ട് തുടരുക എന്നുള്ളത് മാത്രമാണ്. കാരണം ഇത് ചാനൽ ഡെഡായി പോയി കഴിഞ്ഞാൽ അത് പൊക്കിക്കൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമാണ്. അല്ലെങ്കിൽ തന്നെ നമ്മൾ ആദ്യം ചിലപ്പോൾ ഒരാഴ്ച ഒരു വീഡിയോ ഇടുന്നവരാണെങ്കിൽ കൃത്യമായിട്ട് ഇടവേളകൾ പാലിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ വീഡിയോ ആഴ്ചയിൽ ഒന്നായിരിക്കും വരുമെന്നുള്ള രീതിയിൽ ആ ഒരാഴ്ച ഗ്യാപ്പിൽ കാത്തിരിക്കാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഡെയിലി വീഡിയോ ഇടുന്നവർ മിക്കവാറും ഇതുപോലെ തന്നെ ആഴ്ചക്കണക്കിനോ മാസക്കണക്കിനോ ഗ്യാപ്പ് എടുക്കാതിരിക്കുക. ഇനി ഏറ്റവും അവസാനമായിട്ടുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം പറയാം. അതായത് മിക്സഡ് കണ്ടന്റ്സ് അപ്ലോഡ് ചെയ്യുന്ന ചാനലുകൾക്ക് റീച്ച് എങ്ങനെയായിരിക്കും, അത് ചാനലിന്റെ റീച്ചിനെ ബാധിക്കുമോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും മിക്സഡ് ആയിട്ടുള്ള കണ്ടന്റ്, നമുക്ക് സ്ഥിരമായിട്ടൊരു നീഷ്, അതായത് സ്ഥിരമായിട്ടൊരു കാറ്റഗറിയിൽ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പോൾ നമ്മളൊരു ഗെയിമിംഗ് ചാനലായിട്ട് തുടങ്ങിയതാണെങ്കിൽ ഗെയിം ഇഷ്ടപ്പെടുന്ന കുറെ പേര് അതിനകത്തേക്ക് വരും. അപ്പോൾ ഒരു സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവും. ആ ചാനൽ വീഡിയോ കാണാൻ അവർ കാത്തിരിക്കുകയും കൂടി ചെയ്യും. എന്നാൽ പെട്ടെന്ന് ഒരു ദിവസം നമ്മളത് ട്രാവൽ ബ്ലോഗിലേക്കോ കുക്കിങ്ങിലോ ഒക്കെയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചിലപ്പോൾ അവർക്ക് ആ വീഡിയോ കാണാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ ചിലപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ആ വീഡിയോ ഒന്ന് ക്ലിക്ക് ചെയ്തതിനു ശേഷം വാച്ച് ചെയ്യാതിരിക്കാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് നമ്മൾ സ്ഥിരമായിട്ട് ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ തന്നെ നിൽക്കുന്നതാണ് നല്ലത്. അതാണ് നമ്മുടെ ചാനലിന്റെ വളർച്ചയ്ക്കും ഗ്രോത്തിനും നല്ലത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞ ഇത്രയും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഒരുവിധം മനസ്സിലാവുകയും ഇഷ്ടപ്പെടുകയും ചെയ്തെന്ന് വിശ്വസിക്കുന്ന. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ആ ബെല്ലൈക്കൺ ഓൺ ചെയ്യുമ്പോൾ ഓൾ എന്ന ബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. മറ്റൊരു വീഡിയോ നോക്കി ഇതുപോലൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. തൽക്കാലം ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ഗുഡ് ബൈ.